ഈ സമയത്ത് അർജുൻ ആതിരയെ പ്രപ്പോസ് ചെയ്യും. അവളും ഓക്കെ പറയും. അങ്ങനെ അവരങ്ങ് സെറ്റാവും. അത് കഴിഞ്ഞ് ആതിര കിഷോർ ഇല്ലാത്ത ഒരു ദിവസം നോക്കി അവന്റെ വീട് പോയി സെർച്ച് ചെയ്യും. അവിടെ വെച്ച് അവൾ ആ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളെ കാണും. പക്ഷേ അവൻ ആക്ച്വലി ഹാൻഡിക്യാപ്ഡ് അല്ലായിരുന്നു. അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും അവരവനെ പിടിച്ച് നല്ല രീതിയിൽ ചോദ്യം ചെയ്യും. അപ്പോൾ അവൻ പറയും ആ പെണ്ണവനെ പ്രേമിച്ച് പറ്റിച്ചത് കൊണ്ടാണ് അവളെ കൊന്നതെന്ന്. അതുപോലെ സൂര്യയായിട്ട് കോളേജിൽ വെച്ച് അവൻ നല്ല ക്ലോസ് ആയിരുന്നു. പക്ഷെ അവൻ അവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾ റിജക്റ്റ് ചെയ്തു. പിന്നീട് അവൾ ഹസ്ബൻഡിനൊപ്പം പോണത് കണ്ട് ദേഷ്യം വന്നിട്ടാണ് അവളെ കൊല്ലാൻ നോക്കിയത്. പക്ഷെ അവൻ സൂര്യയെ കൊന്നിട്ടില്ല. കൊല്ലാൻ വേണ്ടി പോയ ടൈമിൽ അവിടെ അവളുടെ കാമുകൻ ഉണ്ടായിരുന്നു എന്ന് അവൻ പറയും. അവൻ അവിടെ കണ്ട ആ കാമുകൻ മറ്റാരുമല്ല, അർജുനാണ്. അവൻ പറഞ്ഞത് വെച്ചിട്ട് ഒരു സ്കെച്ചൊക്കെ വരച്ചു നോക്കുമെങ്കിലും അത് വർക്കാകില്ല. ആകെ ഡെസ്പായ ആതിരയ്ക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ട് അവൾ സൂര്യയുടെ ബോഡി വീണ്ടും ഫോറൻസിക് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അവൾക്ക് മനസ്സിലാകും അത് സൂര്യയുടെ ബോഡിയല്ല എന്ന്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫേക്ക് ആയിരുന്നു. അവൾ ഉടനെ തന്നെ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിനെ കസ്റ്റഡിയിലെടുക്കും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് കിഷോർ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന്.